ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. തിരക്കിട്ട് പോവാണ്, എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ടുഡേ സാറ്റർഡേ ആഫ്റ്റർനൂൺ വർക്ക് കഴിഞ്ഞു. നേരെ ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, ബുറേ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. സോ ബുറേ ബീച്ച്. അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ടെൻറ്റുണ്ട്, റൂമുണ്ട്. ഞാൻ ടെൻറ്റാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും റൂമിലല്ല കിടന്നുറങ്ങുന്നത്. സോ ടെൻറ്റിലാവാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം ടെൻറ്റിൽ താമസിച്ചിട്ട് നാളെ സൺഡേ തിരിച്ചിങ്ങോട്ട് വരും. ഇപ്പോൾ പോയത് കണ്ടില്ലേ, ബൈക്ക് ഇവിടുത്തെ ടാക്സിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഓട്ടോ, കാറ്, അതുപോലെ തന്നെ ഇവിടെ ബൈക്ക് ടാക്സി ഉണ്ട്. ഇവിടെ ഓരോ ജംഗ്ഷനിൽ നമ്മുടെ നാട്ടിലെ ഓട്ടോ, കാറ് ഇതുപോലെ നിർത്തിയിട്ട പോലെ ബൈക്കുണ്ട്. അല്ലെങ്കിൽ അവർ ഇതുവഴി പോവും. അപ്പോൾ നമുക്ക് ബൈക്ക് പിടിച്ച് പോവാം. നോർമൽ ചാർജ് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടിയാണ്. സോ ബാക്കി അവിടെ വെച്ചാണ്. ഓക്കെ, ബൈ. ഇപ്പോൾ ശനിയാഴ്ചകളിൽ എനിക്ക് സാധാരണ ഇവിടെ ശനിയാഴ്ച ഉച്ചവരെ മാത്രമേ ഓഫീസ് ഉണ്ടാവും. അതിനുശേഷം പിന്നെ ഞായറാഴ്ച ലീവാണ്. അപ്പോൾ ഇതുപോലെ വീക്കെൻഡ് പാർട്ടി അങ്ങനെയുള്ള എല്ലാ വീക്കെൻഡ് ഒരു ട്രിപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പ്ലാൻ ചെയ്യാറ്. അപ്പോൾ ഈ പോകുന്ന വഴിയുള്ള ചെറിയൊരു കാഴ്ചകളാണ് ഇതൊക്കെ. ഇതേ കാണുന്നില്ലേ, ടാക്സിയാണ്, ബൈക്ക് ടാക്സിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. നമ്മുടെ നാട്ടിൽ ടാക്സി ഇല്ല, പക്ഷേ ഇവിടെ ഉണ്ട്. എൻ്റെ കയ്യിൽ കുറേ വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു, കുറേ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇത് ടിക്ടോക്കിൽ കിടന്നൊരു വീഡിയോ ആണ്, അത് ഞാനെടുത്ത് ഇപ്പം ഇങ്ങോട്ടേക്ക് ഇട്ടത്. അപ്പോൾ വീഡിയോന് ക്ഷമമായിട്ടല്ല കേട്ടോ. പിന്നെ ഇത് കുറച്ച് ഫാസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ലാഗിങ് ഇല്ലാതെ കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലമാണ് ഇവിടെ. നമ്മുടെ ഇടുക്കി എല്ലാം പോയ പോലെ. ഞാനൊക്കെ നാട്ടിലുണ്ടായിട്ട് ഇടുക്കി വയനാടൊന്നും പോയിട്ടില്ല കേട്ടോ. അത്യാവശ്യത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് പോയി വന്നതല്ലാതെ ഇതുപോലെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറുള്ളതുകൊണ്ട് കാറിൽ അങ്ങോട്ടേക്ക് പോയിന്നേ ഉള്ളൂ. നല്ല സ്ഥലമാണ് കേട്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഈ ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ ബീച്ചിൻ്റെ സൈഡ്. നമ്മൾ ഈ താമസിക്കാൻ പോകുന്ന ബീച്ചിൻ്റെ അടുത്തെത്താനാകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് സംഭവം. അവിടെ ഇതുപോലെ വലിയ റൂമൊക്കെ ഉണ്ടാവും, AC റൂമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ടെൻറ്റിലാണ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ലേ. ഈ കാണുന്ന തന്നെ നമുക്ക് കുളിക്കാനുള്ള സ്ഥലമൊക്കെ, എക്സ്ട്രാ ബാത്റൂം പോലെ. ഇതെല്ലാം ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വശം. കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇവിടെ. വീക്കെൻഡിൽ എന്തായാലും ഇവിടെ നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതാണ് മറ്റുള്ള ഹട്ട് പോലുള്ള റൂം. വരുന്നത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് എൻ്റെ പരിചയത്തിലുള്ള ഒരാളുടെ, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പരിചയത്തിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവർ നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ടെൻ്റൊക്കെ മുൻകൂട്ടി തന്നെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ടെൻ്റോ പിന്നെന്താന്ന് പറയുക, ഇവിടെ ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വീടിയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൂമേഴ്സ് ഉണ്ട്. ഉണ്ടാവാം, അങ്ങനെയുള്ള രാജ്യങ്ങളും ഉണ്ടാവാം. പക്ഷെ ഞാൻ ഇവിടെയൊന്നും ഒരു ഇതൊന്നും കണ്ടിട്ടൊന്നുമില്ല. എന്താ പറയുക, ഇതിപ്പം ഒരു AC റൂമല്ല, AC ഇല്ലാത്ത റൂമാണ്. പിന്നെ ഇത് ഇവർ കാണുന്നത് ഇവിടെ ഈ കിച്ചണാണ്, അവരുടെ ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ. ഇതൊരു കമ്മ്യൂണിറ്റീൻ്റെ ആട്ടോ. ഇവിടെയുള്ള ഒരു ചെറിയ വില്ലേജ് പോലുള്ള ആൾക്കാർ കൂടി നടത്തുന്ന ഒരു സംരംഭം പോലെ നടത്തുന്നതാണ്. ഇതിനുള്ള കിട്ടുന്ന വരുമാനം മൊത്തം ആ ഒരു കമ്മ്യൂണിറ്റിക്കാണ് പോകുന്നത്. അവരുടെ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ കൂട്ടായ്മയിൽ, എന്താ പറയുക, ഇപ്പോഴും കൂട്ടായ്മയായിട്ട് തന്നെയാണ് ഇവർ ഇപ്പോഴും ജീവിക്കുന്നത്. അറിയാമല്ലോ ആഫ്രിക്കൻ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നതല്ലേ. പിന്നെ ഇത് ചെറിയ ടെൻറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പുറം ചെറിയ കച്ചവടങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഫോറിനേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇവിടെ ഇത് മെയിനായിട്ട് സർഫിങ് ബീച്ചാണ്. സർഫ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബീച്ചാണ്. നല്ല വേവ്സ് ഉണ്ടാവും ഇവിടെ. പിന്നെ ഞാനും പഠിക്കാന്നുള്ളൊരു മട്ടിലാണ് വന്നത്. അതായത് സർഫിംഗ് ബോർഡ് ഇവിടുന്ന് റെൻറ്റിന് എടുക്കാൻ പറ്റും നമുക്ക്. എന്നാലും വന്നല്ലേ, ഓഫീസിൽ നിന്ന് വന്ന് ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ചതുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വരാം. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇവിടെ ടെൻറ്റ് റെഡിയാക്കുന്നുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നൈറ്റിൽ ഇവിടെ നല്ല എന്താ പറയുക, തീയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബാക്കിൽ കാണുന്നതാണ് എൻ്റെ ടെൻറ്റ്. ടെൻറ്റ് അവിടെയുണ്ട്, അതിലാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ഫോറിൻസ് ഒക്കെ ഉണ്ട്. അവരും അവിടെ ഇവിടെയൊക്കെ ഒരു ടെൻറ്റ് ഉണ്ട്. താങ്ക് യു. ഹൗ യു വാസ് കണ്ടോ, അത് മേക്ക് വീഡിയോ. അപ്പോൾ ഇവിടെ അടുത്തൊരു ക്ലബിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ക്ലബിൽ പോയിട്ട് അവിടെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരിക്കും. ഒന്ന് പാർട്ടി, ഡാൻസ്, DJ അങ്ങനെ എന്തോ. അത് കഴിഞ്ഞിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
സോ നൈസ്. പുള്ളിക്കാരനാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു പുള്ളിക്കാരനുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു വ്യൂ. നൈറ്റിൽ ഇങ്ങനെ എന്താ പറയുക, കടലിന് കരയിൽ തന്നെ. ഇതവിടെയാണ് ക്ലബ്ബിൽ പോയിട്ട്. എനിവേ ഇങ്ങനൊരു എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ചില്ല. ഇനി മിക്കവാറും എല്ലാ ആഴ്ചകളിലും മിക്കവാറും വരും ഇവിടെ. ഓക്കെ. പിന്നെ ഇത് ഇവിടെ പറയാന്ന് വെച്ചാൽ നമ്മൾ ഈ നൈറ്റിൽ ഇവിടെ വലിയ എന്താ പറയുക DJ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര വലിയ DJ ഒന്നും പ്രതീക്ഷിക്കട്ടെ കേട്ടോ. ഈ അപ്പുറത്തേക്ക് ക്ലബിലേക്ക് പോകുന്ന വഴിയിലാണ് ഇതുപോലുള്ള വലിയ റിസോർട്ട്. അതൊക്കെ നല്ല റേറ്റുള്ള റിസോർട്ടായിരിക്കും കേട്ടോ. എന്താ പറയുക, പിന്നെ ഇതുപോലുള്ള ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് റിസോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അത്യാവശ്യത്തിനുണ്ട് കേട്ടോ അവിടെയൊക്കെ. പക്ഷെ രാവിലെ കാണാൻ നല്ല രസമായിരിക്കും. നൈറ്റിൽ അത്രയും സേഫാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇവരുടെ പേര് പോവല്ലോ. അപ്പോൾ അവരത്രയും കെയർ ചെയ്യും വരുന്ന അവരുടെ കസ്റ്റമേഴ്സിനെ. അത്ര ഒരു എന്താ പറയുക സേഫ് ഇല്ലാത്ത സ്ഥലമൊന്നുമല്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഒരു പേടിയും കൂടാതെ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. ഇത് ക്ലബിന് അടുത്തുള്ള ഒരു സ്ഥലമാണത്. ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു മ്യൂസിക് എന്താ പറയുക ചെയ്തിട്ട് ഉണ്ടാക്കുന്നൊരു സ്ഥലം തന്നെ. അല്ലാതെ വേറെ ഒന്നും വലിയ ക്ലബ്ബ് എന്നൊന്നും പറയാനൊന്നുമില്ല. അവിടെ ഡ്രിങ്ക്സ് ഉണ്ടാവും, പിന്നെ മദ്യം ഉണ്ടാവും, അങ്ങനെ ഏത് തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. അപ്പം ആകെ മൊത്തം എന്താ പറയുക, ഒരു ചാർലി മോഡലിന് ലൈഫിന് പറ്റിയൊരു സ്ഥലമാണെന്ന് തന്നെ പറയാം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഒറ്റക്കൊക്കെ ട്രാവൽ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഈ സ്ഥലമൊക്കെ. പിന്നെ ഈ കുട്ടികളൊക്കെ കണ്ടു, ഈ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാൻ വന്നതല്ല കേട്ടോ. ഇവിടുത്തെ മറ്റേ കച്ചവടത്തിന് വന്നവരുണ്ടാവില്ലേ, ഈ വെള്ളവും മദ്യവും അങ്ങനെ ഇതൊക്കെ പാക്കറ്റ് വാട്ടർ ഇതൊക്കെ വിൽക്കുന്നവരുണ്ടാവില്ലേ, അവരുടെയൊക്കെ മക്കളാണ് ഇവരൊക്കെ. അല്ലാതെ ഇവിടെ എന്താ പറയുക ആസ്വദിക്കാൻ വന്നതെന്നല്ല. അപ്പം അവരും നമ്മുടെ കൂട്ടത്തിൽ എൻജോയ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണമോ സ്വീറ്റ്സോ അങ്ങനെ അവർക്കും വാങ്ങിച്ചു കൊടുക്കും. അപ്പം അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒത്തിണക്കി കൊണ്ടുള്ള ഒരു സംഭവം. സോ നൈറ്റായി. ഇതാണ് പറഞ്ഞ തെയ്യുണ്ട് ഇവിടെ, കടൽ, അവിടെ ക്ലബ്ബ്. ഇതാണ് എൻ്റെ ടെൻറ്റ്. ടെൻറ്റിലെ അവരിതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനിതൊന്നും യൂസ് ചെയ്യില്ല, ബെഡ് മാത്രമേ യൂസ് ചെയ്യും. ഇതാണ് ഇവർ തരുന്നത് ടെൻറ്റ്. സോ I'm going to sleep. Good night. നാളെ രാവിലെ കാണാം. എത്ര മണിക്ക് കഴിഞ്ഞാൽ അറിയില്ല. രാത്രി ഉറക്ക് വരാനായിട്ട് കുറച്ച് ഞാൻ പുറത്ത് ഇറങ്ങി കിടന്നായിരുന്നു. ആ ഒരു ചെയർ ഉണ്ടായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ നല്ല ഉറക്ക് വരുന്നപ്പോൾ ഉള്ളിൽ കയറി കിടന്നു. 6 മണിയായി. ഇപ്പം ആരൊന്നും വന്നിട്ടൊന്നുമില്ല, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. എല്ലാവരും ലേറ്റ് ആയിട്ടാണ് കിടന്നത്. നല്ല സുഖമുണ്ടായിരുന്നു. രാവിലെ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പോയത്, നടന്നില്ല. നല്ല ഉറക്കമായിരുന്നു. ചില ആൾക്കാർ നന്നായിട്ട് രാവിലെ സർഫ് ചെയ്യുന്നുണ്ട്. രാവിലെ നല്ല വേവ്സ് ഉണ്ടാവില്ലേ. ഇതെ കച്ചവടക്കാരൊന്നും വന്നില്ല. ഹാൻഡിക്രാഫ്റ്റിൻ്റെ കുറേ വെക്കുന്നവരുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ അത്ര കാര്യമായിട്ടൊന്നുമില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോഴും 6 മണിയായി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ കിടന്നുറങ്ങിയത് എങ്ങനെയാണ് പറയണ്ടേ, എങ്ങനെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഈ തുറന്നിട്ട് കിടന്നുറങ്ങി. രാവിലെയാണ്. ഞാൻ ഇന്നലെ കിടന്ന ടെൻ്റാണത്. സോറി, നോ. You need to take it home, then sleep. ഓക്കെ, ഇതാണ് എൻ്റെ ഫ്രണ്ട് നിന്ന്. അവിടെ ഈ സർഫിങ്ങിൻ്റെ ഒക്കെ ഇത് കണ്ടോ, അത് സർഫിങ്ങിൻ്റെ ആണ്. അതൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്യും. പിന്നെ ഇത് ഇവിടെ ആരോ ഇന്നലെ കിടന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ ഇന്നലെ കിടന്നിട്ടുണ്ട്. എല്ലാവരും ടെൻറ്റ് മടക്കി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇവർ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ സ്പെഷ്യലാണ്. ഇത് നാട്ടിലൊന്നും കിട്ടില്ല. കണ്ടോ, ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഇപ്പോഴൊന്നും കാണിച്ചില്ല. ഇതൊക്കെ ഇവർ ഉണ്ടാക്കുന്നതാണ്, ഹാൻഡ് മെയ്ഡാണ് സംഭവം.
വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്, പിന്നെ പല മോഡലുണ്ട്, ബാഗ്, പിന്നെ ഡ്രസ്സ്. Big thinking, സം മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് അതൊക്കെ ഈ വീഡിയോ ഉണ്ട്. മറ്റേ എന്താ പറയുക, മ്യൂസിക്സിൻ്റെ ഭാഗമായിട്ടില്ല, അത് കയ്യിലും കാതിലും കഴുത്തിലൊക്കെ ഇടാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു സംഭവം കണ്ടു കേട്ടോ. ഈ ബീച്ചിന് സൈഡിൽ തന്നെ ഒരു പുള്ളിക്കാരൻ മസാജ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ കയ്യിൽ ബെഡ് ഉണ്ട്, എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ബെഡാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ പോയിട്ട് ബെഡ് മസാജ് ചെയ്ത് കൊടുക്കും. $10 ഉള്ളൂ ഒരു മണിക്കൂറിന്. $10 എന്ന് പറയുമ്പോൾ 10 × 73 വെച്ചാണ് ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് വെച്ചിട്ട്. ഒരു മണിക്കൂറിന് $10. ഇവിടുത്തെ ചീപ്പ് ആയിട്ടുള്ള പൈസയാണ്. നല്ല മസാജ് കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല പവറായിട്ട് മസാജ് ചെയ്യുന്നത്. പക്ഷെ അത്ര പോലെ ഡാമേജ് ഒന്നും വരുത്താൻ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞ ലൈറ്റ് മസാജ് ചെയ്താൽ മതിയോ. നല്ലൊരു റിലാക്സേഷൻ മസാജായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് കടൽക്കരയിലേക്ക് കുളിക്കാൻ ചെന്നപ്പോൾ ഇതേ ഒരു പട്ടി, ഞാൻ അവിടുന്ന് കളിക്കുന്ന കണ്ടിട്ട് പട്ടി എൻ്റെ കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് മണ്ണ് വരെ കളിക്കായിരുന്നു. പിന്നെ അത്ര വലിയ സേഫ് ഒന്നുമല്ല കേട്ടോ, ഇതിന് വാക്സിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല. പട്ടികളെ കണ്ട വെറുതെ ആരായാലും ഒന്നും ഇട്ടോക്കില്ല. അങ്ങനെ കൂടെ ഒരു ടൈം പാസിങ് എന്നുള്ളത്. അതിനുശേഷം ഞാൻ പോയത് സർഫിങ്ങിനായിരുന്നു. ഫസ്റ്റ് ലെസണിൽ തന്നെ ഞാൻ സ്റ്റാൻഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു കഴിവാണ് കേട്ടോ. പഠിപ്പിക്കുന്ന ആ പയ്യൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സർഫിങ് എന്ന് പറഞ്ഞ ഒരു കാര്യം. അതറിയും. പിന്നെ സർഫിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചൊരു സാധനമാണ്. ഈ സാധനം നന്നായിട്ട് ബോർഡ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചാടുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു മാറാൻ പഠിച്ചിട്ടില്ലെങ്കിൽ തലക്കാണ് നന്നായിട്ടിരിക്കുന്നത്. പിന്നെ ഒന്നും പറയണ്ടല്ലോ, തലക്കടി കിട്ടി എന്താ സംഭവിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ നന്നായി ഡേഞ്ചർ പിടിച്ചൊരു സംഭവമാണ്. പക്ഷേ ഏറ്റവും നല്ല വിനോദമാണ്, നന്നായിട്ടുള്ളൊരു എക്സസൈസാണ്, ഭയങ്കര സംഭവമാണ്. കടലിൽ പോയി കുളിച്ചിരിപ്പോൾ വന്നു. അപ്പോൾ അതിനൊരു വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. സോ ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം. ഇതാക്കി പിന്നെന്താണെന്ന് വെച്ചാൽ പഴമാണ്. നമ്മുടെ നാട്ടിൽ പഴമാണ്. അതിനോട് തക്കാളി ഉണ്ട്, പിന്നെ റൈസ് ഉണ്ട്, പിന്നെ എന്തോ ഒരു തക്കാളിയുടെ സൂപ്പ് പോലെ ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചിരിക്കുന്ന വെച്ചാൽ നമ്മുടെ മീൻ, പിന്നെ ചോറും ആയിട്ടുള്ള ഫുഡൊക്കെ അടിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്തൊന്നും ഒരു പുള്ളിക്കാരനൊരു സാധനത്തൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. ഈ നാട്ടിൽ 56 രൂപ 60 രൂപക്കാണ് ഈ സംഭവം. നമ്മുടെ നാട്ടിൽ ഉറുമ്പതീനി എന്ന് പറയില്ലേ, ഈ ഒരു സാധനത്തിന് ഇവിടുന്ന് കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് കാലിൽ കിട്ടി എന്ത് ഉപദ്രവമാണെന്നറിയോ. പക്ഷെ ഞാൻ അതിൻ്റെ തൊട്ട് നോക്കി, ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനത്തിന് കാണുന്നത്. ഷെല്ലൊക്കെ അതിൻ്റെ എന്താ പറയുക, പുറമേ തോട് ഭയങ്കര കട്ടിയുള്ളൊരു സംഭവമാണ്. ഇതൊക്കെ കണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു സർപ്രൈസാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ഇതൊന്നും കണ്ട് നോക്കുക. സംഭവം എന്താണെന്ന് അറിയണ്ടേ. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല, കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇവർ നടത്തി പോരുന്നത്. അപ്പോൾ അടുത്തൊരു ചെറിയൊരു വില്ലേജ് പോലുള്ളൊരു സംഭവം ഉണ്ട്. ആ വില്ലേജിൽ ഒരു പുള്ളിക്കാരുണ്ട്, എന്താ പറയുക, അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല. പുള്ളിക്കാരൻ ഭയങ്കര ഫുട്ബോൾ താരമാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ ബീച്ചിലൊക്കെയാണ് കളിച്ച് വളർന്ന് നടന്നതൊക്കെ. അപ്പോൾ ആ പുള്ളിക്കാരൻ എന്തോ പെട്ടെന്ന് മരണപ്പെട്ടു. അത്ര വയസ്സൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഫുട്ബോളൊക്കെ ഇങ്ങനെ 2 വശത്തുനിന്ന് പൊന്തി അടിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ആൾക്കാർ ആ പുള്ളിക്കാരൻ്റെ മൃതദേഹമായിട്ട് ഈ മൊത്തം ബീച്ച് ചുറ്റിക്കറങ്ങി എല്ലാവരെയും കാണിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നു. അപ്പോൾ ആ ഒരു സന്തോഷമാണ് പുള്ളിക്കാരൻ്റെ ഒരു ആത്മാവിന് വേണ്ടിയിട്ടുള്ളൊരു, നമ്മൾ എന്താ പറയുക, അവരുടേതായ ഒരു ഇതാണ്. ഇതൊരു ട്രഡീഷണൽ ചടങ്ങൊന്നുമല്ല കേട്ടോ. ഇത് ഇവരുടെ ഒരു ആനന്ദം കാണിക്കുന്നതാണ്. പുള്ളിക്കാരൻ മരിച്ചിട്ട് പുള്ളിക്കാരൻ്റെ മൃതദേഹമായിട്ട് ഫുട്ബോളൊക്കെ ഇങ്ങനെ, നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അപ്പോൾ ഫുട്ബോളൊക്കെ ഇങ്ങനെ പൊന്തിച്ചടിച്ചിട്ട് ഈ കറങ്ങി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ അതിനുശേഷം അവരുടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യുന്ന അത്ര വലിയ ചിലവില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അവർ എൻകറേജ്മെൻ്റ് ആണ്. പലപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല.